സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള 3ാം സ്ഥാനം സ്വന്തമാക്കി ആന്തൂർ നഗരസഭ. 30 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 19-ന് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. തുടർച്ചയായി 2ാം വർഷമാണ് ആന്തൂർ നഗരസഭ നേട്ടം കരസ്ഥമാക്കുന്നത്. 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫിയും 3ാം സ്ഥാനം ആന്തൂർ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു. 2023-24 വർഷം നടപ്പിലാക്കിയ വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ മികവാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹമാക്കിയത്. പദ്ധതി നിർവഹണത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പ്, മാലിന്യ സംസ്കരണ രംഗത്തെ ഫലപ്രദമായ ഇടപെടൽ, തനത് വരുമാന വർധനവ്, അതിദാരിദ്ര്യ മേഖലയിൽ ഉൾപ്പെട്ടവരെ ദാരിദ്ര്യമുക്തമാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ 87 നഗരസഭകളിൽ നിന്നാണ് ആന്തൂർ നഗരസഭയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. നേട്ടം കൈവരിക്കുന്നതിന് സഹകരിച്ച മുഴുവൻ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും പൊതുജനങ്ങളോടും നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ നന്ദി അറിയിച്ചു. വിവിധ മേഖലയിൽ 2023-24 വർഷം മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വരാജ് ട്രോഫി എന്നുള്ളത്. ആ സ്വരാജ് ട്രോഫിയുടെ 3ാം സ്ഥാനത്തേക്ക് ആന്തൂർ നഗരസഭയെ തിരഞ്ഞെടുത്ത വിവരമാണ്. തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഉണ്ണികൃഷ്ണൻ, മുനിസിപ്പൽ സെക്രട്ടറി പി എൻ അനീഷ്, മുനിസിപ്പൽ എഞ്ചിനീയർ പി സുനിൽകുമാർ, കൗൺസിലർമാരായ ടി കെ വി നാരായണൻ, പി കെ മുജീബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.